ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ 3 മലയാളം സിനിമകളും മാർച്ച് മാസത്തിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. 3 സിനിമകളുടെയും ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് പ്രേമലു എന്ന സിനിമയാണ്. ചിത്രത്തിന് ഇന്നലത്തേക്കാൾ കളക്ഷൻ വർധനയാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 44 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്നത് 50 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സിനിമയ്ക്ക് വീണ്ടും 1 കോടി കേരള ഗ്രോസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇന്നത്തോടെ സിനിമയുടെ കേരള ഗ്രോസ് 40 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടുകയാണ്. വളരെ ചുരുക്കം സിനിമകൾ, മലയാളം സിനിമകൾ മാത്രമാണ് 40 കോടി രൂപയ്ക്ക് മുകളിൽ കേരള കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ആ കൂട്ടത്തിലേക്ക് നസ്ലൻ മമിത കോംബോയിലെ പ്രേമലു കൂടി എത്തുകയാണ്. ഇന്നത്തോടെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനും 75 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ പ്രേമലു ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്. ഫെബ്രുവരി മാസം പകുതിയോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടി ചിത്രമാണല്ലോ ഭ്രമയുഗം. ചിത്രത്തിന്റെയും ഏറ്റവും പുതിയ കേരള ട്രാക്കിംഗ്, കേരള ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നത്തെ കേരള ട്രാക്കിംഗ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം 14 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്നത് 11 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ കളക്ഷൻ ഇടിവാണ് ഇന്ന് വെള്ളിയാഴ്ചയും സംഭവിച്ചിരിക്കുന്നത്. 20 ലക്ഷത്തിന് മുകളിൽ ഇന്നും കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന ഭ്രമയുഗം എന്ന സിനിമ ഇന്നത്തോടെ കേരളത്തിൽ നിന്നും 22 കോടി ഗ്രോസ് കളക്ഷനിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേൾഡ് വൈഡ് കൃത്യമായ ഫിഗേഴ്സ് ഇനിയും പുറത്തു വന്നിട്ടില്ല. ഇന്ന് കൂടുതൽ വിദേശ രാജ്യങ്ങളിലെ തമിഴ് ഡബിലെല്ലാം തന്നെ എത്തപ്പെട്ട സിനിമ കൂടിയാണ് ഭ്രമയുഗം. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 54 കോടി ടച്ച് ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ ഭ്രമയുഗത്തിന്റെ വേൾഡ് വൈഡ് യഥാർത്ഥ കളക്ഷൻ അറിയാനായിട്ട്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ എസ്റ്റിമേറ്റ് കേരള വേൾഡ് വൈഡ് എല്ലാം തന്നെ കഴിഞ്ഞ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണല്ലോ. 100 കോടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സിന്റെ തമിഴ്നാട്ടിൽ നിന്നുള്ള അടുത്ത ശുഭകരമായ വാർത്ത, നല്ല വാർത്തയെല്ലാം തന്നെയാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ 17,000-ഓളം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ കൂടുതൽ ടിക്കറ്റുകളും ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്നത് നിലവിൽ തമിഴ്നാട്ടിലാണ്. കേരളത്തിൽ ഇന്നും 2 കോടിക്ക് മുകളിൽ കേരള ഗ്രോസ് ഉറപ്പാക്കിയ സിനിമ തമിഴ്നാട്ടിൽ ഇന്നേ ദിവസം 1 കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേരത്തെ ഉറപ്പാക്കിയതാണ്. ഇപ്പോഴത്തെ അവസാനം വന്ന തമിഴ്നാട് അപ്ഡേഷൻ പ്രകാരം 1.5 കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ന് തമിഴ്നാട്ടിലെ സിനിമ കളക്ഷൻ ഉറപ്പാക്കിയതാണ്. അങ്ങനെയെങ്കിൽ 5.5 കോടി രൂപയ്ക്ക് മുകളിൽ 9 ദിവസങ്ങൾ കൊണ്ട് തമിഴ്നാട്ടിൽ സിനിമ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുന്നതാണ്. ഇതോടെ അടുത്ത 2 ദിവസങ്ങളിൽ, ശനി ഞായർ ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ ഇനിയും വലിയ തരംഗം സിനിമ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 58 കോടി രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ. കാത്തിരിക്കൂ കൂടുതൽ മഞ്ഞുമൽ ബോയ്സ് വാർത്തകൾ കേട്ട്.